எப்படி வந்த நான் இப்படி ஆயிட்டேனே. Hey guys, welcome back to our channel. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്നുള്ള കാര്യമൊക്കെ ബാബു പറഞ്ഞുതരും. നമ്മൾ കുറെ ദിവസമായി ഒരു യാത്ര വ്ളോഗ് ചെയ്തിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ ചെറിയ യാത്രയിലാണ്, കണ്ടില്ലേ? അപ്പൊ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. രണ്ട് ഭാഗത്തും നല്ല വെൽവയലാട്ടോ, ഫുള്ള് പാട്, അടിപൊളി. അപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ കൊറേ പോന്നു. ഇപ്പൊ സ്ഥലം എവിടെ ബാബു കറക്റ്റ്? ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ എവിടെ ചേർന്നാൽ ഇപ്പൊ നമ്മള് പട്ടാമ്പി കഴിഞ്ഞ് പോയിട്ട് നമ്മൾ പോകാനുള്ളത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വായിച്ചാലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ആണ്. നമ്മൾ രാവിലെ ഏകദേശം ഒരു 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചായ ഒന്നും കുടിച്ചിട്ട് നമ്മൾ ചായയൊക്കെ കഴിഞ്ഞപ്പോ നല്ല സ്പോട്ട് ഇട്ട് നമ്മൾ ഇൻട്രോക്ക് വേണ്ടി നിർത്തിയതാണ് കേട്ടോ. മഴ വരുന്നുണ്ട് ഗൈസ്, നല്ല മഴ. പാലക്കാട് ജില്ല തന്നെ അത് ഫുള്ള് പാടത്തിന്റെ ഏരിയയാണ്. അപ്പൊ ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇവിടുന്ന് തോനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഇൻട്രോ എടുക്കാൻ കാരണം കേട്ടാ. നമ്മളിപ്പോ നിങ്ങള് കൂടുക യാത്ര നമുക്ക് കാട്ടിത്തരങ്ങൾക്കല്ലേ. അപ്പൊ നല്ലൊരു വ്ളോഗ് ആക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. മറ്റേ ആതിരപ്പള്ളിക്ക് നമ്മള് പോയതാണ്, പക്ഷേ തരണോ നന്ന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ നല്ല ആതിരപ്പള്ളി ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല, എന്റെ ഫസ്റ്റ് ടൈം ആണ് ഗൈസ്. അപ്പൊ ഓളിങ്ങനെ എപ്പോഴും റീല് കാണും. അപ്പൊ നമ്മള് ഇന്നലെ ഞങ്ങള് ടി കെ കോളനിക്ക് പോകാൻ പ്ലാൻ കേട്ടോ. നമ്മളല്ലേ പെട്ടെന്ന് ഉണ്ടായതാണ്. ഇപ്പൊ ഇന്ന് പെട്ടെന്ന് ഉണ്ടായതാണ്. കാരണം എപ്പോഴും റീലാണ് പറയുക, വെള്ളച്ചാട്ടം നല്ല നല്ല മഴയല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പൊ ഞങ്ങളെ കൂടെ നിങ്ങളും ഉണ്ടാവണം, ഞങ്ങള് നിങ്ങൾക്കും കട്ടിത്തരാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പോണ കാര്യങ്ങളൊക്കെയാണ് വ്ളോഗും കാര്യങ്ങളായിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പാലക്കാട് എന്ന് പറഞ്ഞ സംഭവം സുന്ദരം അല്ലേ, നല്ല ഫുള്ള് അല്ലേ. ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടാ. ഇതാണ് എന്താ കാഴ്ച. നമ്മളെ വണ്ടിയാണ്, വെറുതെ ഓരോ കുട്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ്, രണ്ട് റോഡിന്റെ രണ്ട് സൈഡിൽ നെൽപ്പാടാണ്. ഇവിടെ പനൊക്കെ കാണാൻ രസമുണ്ടല്ലേ. ഇത് മറ്റേ നൊങ്കാണ്. പന നൊങ്കനല്ലേ? പറയലേ പന. നമ്മളിപ്പോ വന്ന വഴിക്കുള്ള റോഡ് അങ്ങോട്ടുള്ളതാണ്. ഇനി നമുക്ക് പോവാനല്ലേ ഗൈസ്. മാപ്പിൽ കാണിച്ചു കേട്ടോ. അപ്പൊ നല്ല മഴ ഉണ്ടല്ലേ, ഒന്നാകെ അവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും. അവിടെ കാർമേഘം ഇങ്ങനെ മൂടി കെട്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നേ ഒരു ഏകദേശം ഒരു 4 മണിക്ക് ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. അപ്പൊ നല്ല മഴ ഉണ്ട്. പിന്നെ മഴ കിട്ടിയിട്ടില്ല അല്ലേ. മഴ പെയ്താലും സീനാണ്, കോട്ടിട്ട് പോകേണ്ടി വരും. അപ്പൊ ഏതായാലും നമ്മള് പോയേക്കല്ലേ. അപ്പൊ നമ്മള് മഴ വരുന്നുണ്ടോ, മഴ പെയ്ത് നമ്മള് പെട്ടെന്ന് കോട്ടൊക്കെ ഇട്ട് കുളത്തിലായി. ഇല്ലയോ നല്ല ചൊറക്കില് വന്നപ്പോ മാമ മാതിരിയായി. കേക്കും ആവത്തിന്റെ ഉള്ളിലാണ് മൈക്ക. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ പോയേക്കട്ടെ അല്ലേ. നല്ല മഴയൊക്കെ കൊണ്ടുള്ള വൈബാണ്. അപ്പൊ നമ്മള് വടക്കാഞ്ചേരി എത്തിട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റ് കയറിട്ടോ. കൊറേ നേരമായി പോന്നിട്ട് ഒരു ചായടി കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ ചായടിയാണ് ഗൈസ്. എന്നോട് വരുമ്പോ ഒരാള് പറഞ്ഞിരുന്നുണ്ട് എന്താണെന്നറിയോ, നമുക്ക് ഒന്ന് വേഗം പോകണ്ടോ, അവിടെ ഇവിടെ നിർത്തലൊന്നും ഇല്ലാന്ന്. ഇപ്പൊ രണ്ടാമത്തെ സ്പോട്ടാണ് ഫുഡ് കഴിക്കാൻ നിർത്തുന്നത്. ബൈക്കുമ്പോഴാകുമ്പോ ഫുഡ് കഴിക്കില്ല. അങ്ങനെ ഇവിടുന്ന് വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ. എന്തെങ്കിലും ചായ മാത്രമേ കുടിക്കുള്ളൂ. അപ്പൊ ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. കുടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോ ഗ്യാപ്പ് കിട്ടണോട്ട് ചാർജർ ഒന്നും എങ്ങനെയെങ്കിലും ചാർജ് കമ്മിയാകുമ്പോഴേ നമ്മളെ ഈ മറ്റേ ഇത് കേടന്നിക്കണേ, നമ്മളെ പവർ ബാങ്ക് കേടന്നുണ്ട്. കാരണം നമുക്ക് യാത്രയൊക്കെ വീഡിയോ എടുക്കണമെങ്കിലേ പെട്ടെന്ന് പിന്നെ നമ്മള് റൂട്ട് മാപ്പ് അടിച്ചാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കിട്ടുമ്പോ നമ്മള് വെല്ലനെ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് മെയിൻ ആയിട്ട് നിർത്തിയതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പോണ വഴി ഇങ്ങനെ കാണാം. അപ്പൊ നമ്മൾ ചായ കുടിക്കാനായിട്ട് വെയിറ്റിംഗിലാണ്. അപ്പൊ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും ദിലുവിന്റെ ഫോണിൽ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ എടുത്തിട്ട് നമ്മള് ഫോൺ കൊടുക്കണം അല്ലേ. അവിടെ കൊടുത്താൽ മതി, കൊണ്ട് കൊടുത്താൽ മതി. ചാർജർ റെഡിയാ. എന്റെ ചാർജർ സാധാരണ ചാർജറൊന്നും ഇല്ലാതെ പവർ ബാങ്കിലേക്ക് വരലാണ്. പിന്നെ ഇങ്ങനെ കേളന്നുകൊണ്ട് 2 ചാർജറായിട്ട് പോകുന്നതാണ്. അപ്പൊ എന്തായാലും വെയിറ്റിംഗിലാണ്. ഏകദേശം കുറെ ഒരു 60 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഞങ്ങള് വടക്കാഞ്ചേരി 60 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ ആതിരപ്പള്ളിക്ക്. അപ്പൊ ഏതായാലും നമ്മള് ആതിരപ്പള്ളി ചാലക്കുടി കയറുന്ന അവിടെ നിന്ന് ബാക്കി വീഡിയോ കാണല്ലേ. നമുക്ക് ഫുള്ളായിട്ട് എടുക്കണില്ല, നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സ്പോട്ട്ലൈറ്റിൽ ഇട്ടാട്ടോ ചെറിയ ബ്ലറാവും. അപ്പൊ എന്തായാലും ഇനി ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകണ്ടേ. എറണാകുളം തൃശ്ശൂർ ഹൈവേയിൽ ചാടിട്ടോ. അപ്പൊ ഇപ്പൊ നല്ല കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ വെയിലാണ്, മഴയൊക്കെ പോയി. അപ്പൊ ഒരു സമാധാനം ഉണ്ട്. കാരണം പറഞ്ഞാൽ ഏകദേശം 19 കിലോമീറ്റർ ഉള്ളൂ. അതിൽ ഏകദേശം 22 കിലോമീറ്റർ ഇപ്പൊ ഈ ഹൈവേ തന്നെ പോകാനുള്ള. അപ്പൊ അത്ര നല്ല സ്പീഡിൽ പോകാം, സ്പീഡിലെല്ലാം നല്ല ഇതിൽ പോകാം. ഇതുവരെ വന്ന അധിക റോഡും ഭയങ്കര കട്ടറായിരുന്നു.
നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ അങ്ങനല്ലേ, മഴ ആയതുകൊണ്ടാണ് നമ്മൾ കരുതാ. അപ്പൊ guys, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ട്രിപ്പും പോലെയല്ല, പക്ഷെ ചെറിയൊരു ബൈക്കിനായി സ്പീക്കറൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് ബാക്കിൽ ഇത് വെച്ചുള്ള പരിപാടിയാണ്. അപ്പം സാധനം കേൾക്കാൻ പറ്റില്ല, ചെറിയ കോപ്പിറൈറ്റിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പാട്ട് കേൾക്കാൻ വയ്യ. അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് റംബുട്ടാൻ ഇങ്ങനെ കണ്ടപ്പോ റംബുട്ടാൻ വാങ്ങാനായിട്ട് നിർത്തിയതാണ്. നല്ല ഭംഗി ഇവിടെ കണ്ടിട്ട് ഇതിന്റെ മരം. അപ്പൊ ഇങ്ങനത്തെ കണ്ടപ്പോ ഒരു കുറിക്ക് കുറച്ച് വാങ്ങാണ്. നല്ല ഫ്രഷ് മാറട്ടോ, ഇത് ഭംഗിട്ട് കാണാനായിട്ട് റംബുട്ടാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് പോകുമ്പോ അങ്ങനെ വൈകുന്നേരം തിന്ന് പോകാം. അപ്പൊ ഈ ഭാഗത്ത് ഫുള്ള് ഞാൻ ബാബു ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞു വരും ബാബു ഫുള്ള് റംബുട്ടാനാണ്, എല്ലാ വെച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരില്ല. അപ്പോഴാണ് സൈഡിൽ നിർത്തുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി വാങ്ങാൻ എഴുതിയാലുള്ളത്. ഇവിടെ കുറച്ചോണം വാങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് നല്ല ഇവിടെ നേരെ ഓപ്പോസിറ്റ് കണ്ടിരുന്നത്. ഡെയിലി എനിക്കൊരു കോഡ് വന്നോണ്ട് എടുക്കാൻ പറ്റില്ല. ടിക്കറ്റ് ഇവിടെ ക്യാഷ്ലെസ് ആട്ടോ, അതായത് നമ്മൾ UPI ID വെച്ചാണ്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം പൈസ എടുത്താലും തരില്ല. 2 പേർക്ക് 100 റുപ്യ, അതേമാതിരി 2 വീലറിന് 10 റുപ്യ, 110 ടോട്ടല്.
നീ ഇത് ഊരല്ലേ ബാബു കോട്ട്? കോട്ട് മഴ മഴ ഇല്ലല്ലോ, ചൂടുണ്ടല്ലോ, വെറുതെ കോട്ട് ഇട്ടുകൊണ്ട് പോണ്ട. ഇതില് ഇതാണിപ്പോ ഗൈസ് നമ്മളെ വണ്ടി ബുള്ളറ്റ്. വൺ ഡേ ഇന്ന് പോന്ന് രാത്രി പോവാനുള്ളതാണ്. എന്നാലും ഒരു കൂട്ട് ഡ്രസ്സൊക്കെ എടുത്തേക്കണ്. ബാബു ഡ്രസ്സ് ചേഞ്ച് ചെയ്തുട്ടാ. അപ്പൊ ഗൈസ് നമ്മള് ആതിരപ്പള്ളി ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഫുള്ള് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി നോക്കിയതാ. അപ്പോഴാണ് ഇതിന്റെ സീനിയർ ശരിക്കുണ്ട്. അടിപൊളിയിലെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇതാണ് ശരി, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതില് റീൽസിൽ കളർ പുറപ്പാട് കേട്ടോ. ഇതിലും എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി സാധനം മക്കളെ. എൻട്രി ഗേറ്റിനോട് വന്നപ്പോ പെരുമഴ കേട്ടോ. ഉള്ളിക്കട കടക്കാനുള്ള അവസ്ഥയല്ല. പെരുമഴ. നല്ല കാറ്റുണ്ട്. ഇതിങ്ങനെ നിന്നുങ്ങാണ്ട് നമുക്ക് ഉള്ളിൽ കയറല് നടക്കൂല. നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓടിയുള്ള പോയ കേട്ടല്ലേ കാണിച്ചിരുന്നത്. പറ്റുന്ന മാതിരി എപ്പടി വന്ന ഞാൻ ഇപ്പടി ആയിട്ടേനെ. ഇന്റെ പിന്നെ ഇതിന്റെ ഉള്ളിലായോണ്ട് ബൈക്കൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. സൗണ്ട് കേൾക്കണ്ടല്ലോ, അറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങളേ ഉള്ളിലേക്ക് പോയല്ലോ. ഉള്ളിൽ പോയോക്കാം. വന്നതിലോ അപ്പൊ അന്നൊരു ചെവിയോടാവോ? ചെവിയോടണി. നമ്മളുണ്ടല്ലോ എന്ത് ചെയ്യണം അറിയോ? ഉമ്മായത് സ്ഥലത്തേക്കൊക്കെ വരുമ്പോ ഇന്റെ പോലെ ലോങ് ടോപ്പും ആയിട്ട് ടൈപ്പ് ഒന്നും ഇടരുത്. അത് ടോപ്പ് ഓഫ് അതിന്റെ വലിച്ചടിട്ട് വരാം. ഇല്ലാഞ്ഞത് ഇതേപോലെ പിടിച്ചാൽ ആദ്യം പറഞ്ഞ മയക്കാൻ ലോങ് ടോപ്പ് ഉണ്ടാ. അപ്പൊ ലോങ് ടോപ്പ് മറ്റേത് ഇന്നലെ ഇതെടുക്കാൻ പോയതാണ്. അതെ സിമ്പിളാക്കിയതല്ല, പക്ഷെ എനിക്ക് പഴയ പോലെ വാടി പിടിച്ച് നടക്കുന്ന രീതിയുടെ. എന്റെ ഫോണും മൈക്കൊക്കെ പോലെ കേട്ടില്ല. നല്ല മഴ. ഇതോ വെള്ളാട്ടപ്പോക്കിനെ പോലെ കൊറേ ഉണ്ട് അല്ലേ? കൊറേ അഷ്ടൊക്കെ ഫുള്ള് ഇങ്ങനെ തന്നെ. പക്ഷെ നമ്മളതൊക്കെ ഒരു ഫാസ്റ്റ് ടൈപ്പ് ഉണ്ട് കേട്ടോ. വരിക്ക് വരുന്നോക്കി. ഈ തേയിലത്തോട്ടത്തിലുണ്ടാവില്ലേ പെണ്ണുങ്ങള് ബാബുവോ, തലയെ കൂടെ കവറിട്ടാ അതേമാതിരി. മേഘാലയ നമ്മള് മേഘാലയക്കാരുണ്ട് കേട്ടോ. മലപ്പുറം. Malappuram. Okay. Is it far? Is it far from here? This is പറഞ്ഞേ. Do it here. Okay. Let's go. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പള്ളിയിലോ പള്ളി തരണോണ്ട് അത് വലിച്ചു അത് വലിച്ചു. അല്ലാണ്ട് ഇത് നടക്കൂട്ടോ. മറ്റേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടെത്താണ്. മഴ ഇങ്ങനെ എന്താ പറയാ എന്ത് എന്ത് എന്താ ബാക്കില് നല്ല കരിച്ചു വെക്കുന്നു കേട്ടോ. ഒരു ഫാമിലിയാണ്. ഒരു പെണ്ണ് എന്തോ സംഭവം കരിഞ്ഞു വരുന്നുണ്ട്. ഞാൻ എന്താ നോക്കിയപ്പോഴേ പുരാപ്പിളിയും പുരുന്നുണ്ട്. അവർ എന്തെങ്കിലും കാട്ടട്ടല്ലോ. അപ്പൊ നമ്മള് ഫുൾ എൻജോയ്മെന്റ് ആണ്. ഇതിന്റെ മേക്കപ്പൊക്കെ പോയി. അടിപൊളി വൈബാട്ടോ. സത്യം പറയണേ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി ആയിട്ടുണ്ട്. മഴയും അതും ഈ വെള്ളച്ചാട്ടം കൂടി കാണാൻ എന്താ പറയാ ഫുള്ള് നിങ്ങൾ പറഞ്ഞിട്ട് കേസ്. പിന്നെ സൗണ്ട് ലേശം ക്ലാരിറ്റി കമ്മി ഉണ്ടാവും. കാരണം മൈക്ക എഴുതുക്കുവാണ്. എനിക്ക് വള്ളം കയറി കണ്ട് പേരുന്ന് അടിച്ചു പോകുമോ അതും അറിയില്ല. ഫോണിന്റെ കഥ അൾട്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞൊരു പേടിയുണ്ട്, ചെറിയൊരു പേടി. ഇൻഷൂറുണ്ട്, അതുകൊണ്ട് വലിയ സമാധാനമില്ല. ഏതായാലും ഇവിടെ ഇല്ലേ നല്ല രസമുണ്ട് ഗൈസ്. ഫുള്ള് മഴ പെയ്തോണ്ട്
മഞ്ഞ, പച്ച, നീല, വെള്ള അങ്ങനത്തെ കളർ കുരുവികളുണ്ട്, പല കളറിലുള്ള കുരുവികളാണ്. അതുകൊണ്ട് പിന്നെ തരക്കേടില്ല. ഞാൻ പിന്നെ ഒന്ന് കുറച്ച് വെറൈറ്റി ആക്കി. സാധാരണ ഞാൻ മഞ്ഞയാണ് കോമ്പിനേഷനിൽ ഇടലുള്ളത്. ഇപ്രാവശ്യം ഞാൻ വെള്ളാക്കിയിട്ടുണ്ട്. ബാബു ആ മഞ്ഞമ്മ തന്നെ കേട്ടോ. അമ്മേ നല്ലപോലെ നമുക്ക് മൂലി അപ്പൊ എന്താ നമുക്ക് അവിടെ എത്താനായിക്കണേ, ഇറക്കാണ്. അതുകൊണ്ട് കാല് സ്ലിപ്പാവുണ്ട് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിട്ടാണ് കുറച്ചും കൂടി അടുത്ത് പോകണം. ഒരു സാധനം കജ്ജുമത്തി എന്റെ മമ്മി മേടിച്ചെന്ന് ചിലപ്പോ പുതിയത് ഇട്ട് വന്നാണ്. പൊട്ടി ഉണ്ടെങ്കിൽ പോയി എനിക്ക് സങ്കടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടി കൈ പൊട്ടിട്ടുണ്ട്. എത്രത്തോളം നടക്കാനുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ മറ്റേ എന്താ പറയാ കാലടി യാത്രയാണ്. ഇത് ഓരോരോ മറ്റേ നമ്മളുണ്ടല്ലോ മറ്റേ കൊറോണ കാലത്തുണ്ടല്ലോ മറ്റേ കുറെ ആൾക്കാർ മറ്റേ ഡ്രസ് ഇടണം. അതിന്റെ പേര് ഇതിലോ എന്തേലും അതിന്റെ പേര് ഒരു വെള്ള സംഭവം അല്ലേ? എനിക്ക് പേരൊന്നും അറിയില്ല. നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഫോണിലും വീഡിയോസിലൊക്കെ കണ്ടുകിടുന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഹിന്ദിക്കാരെ വേണ്ടിട്ടാ നേരത്തെ ഇല്ലേ ബാബു പെട്ട് അല്ലെങ്കിൽ എന്നോട് ഭയങ്കര ഇംഗ്ലീഷാണ്. പിന്നെ വേറെ മണ്ണത്തിന് ഇംഗ്ലീഷ് അറിയുന്ന ആള് മുന്നേ വന്നപ്പോ അല്ല എന്താ പറഞ്ഞ് ഞാൻ അതിന്റെ അപ്പുറം എനിക്ക് എന്താ അറിയണു. നമ്മളെ 10ാം ക്ലാസ് കുസ്തിയാണ്, പ്ലസ് 2 കുസ്തിയാണ്. നമ്മള് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം അല്ലേ? ഇവിടെ നല്ല സൗണ്ട് കിട്ടോ. നമ്മൾ കാട്ടിയൊന്നുമില്ല, നമ്മള് മോളൊന്നും നോക്കണില്ല. ഫുള്ള് വെള്ളത്തിൽ ഇറങ്ങാണ്. നടന്ന് മൂത്രയൊക്കെ നമുക്കുണ്ട്. എത്ര കാട്ടാ നല്ല ഒലു കേട്ടോ. എങ്ങനെ ചാടാൻ പറ്റും എനിക്കും അറിയില്ല. ഇവിടുന്ന് കാണാനേ പറ്റുള്ളൂ. ബാബു 2 കൂട്ടൊക്കെ വെള്ളത്തിൽ ചാടച്ചുണ്ട്. വെള്ളം പോയി ഇവിടെ ചാടാനില്ല. പിന്നെ ഇവിടെ വെള്ളച്ചാടിയാലും ഒളിച്ചറ പോകും, കടലുണ്ടാവും. അപ്പൊ എന്താ ഞാൻ എത്തി തുടങ്ങിയിട്ട് നമുക്ക് അവിടെ തിരിയാം. അപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ്. ഇതുവരെ കുഞ്ഞിപ്പുഴ നടക്കണ മാതിരി ചാടി ചാടി പോകുന്നുണ്ട്. ഇത് നോക്കിയിരുന്നിട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. അത്ര ജംസ് മുട്ടായി പൊളിച്ച മാതിരി ഫുള്ള് അല്ലേ? ജംസ് മുട്ടായി പൊളിച്ച മാതിരി പല കളറ്, കൊടിയതേമാതിരി പല കളറ്. കൈനമായി എടുത്തിട്ടുണ്ട്. കാരണം നല്ല മഴ ആയതുകൊണ്ടേ നമ്മളെ ക്യാമറന്റെ അതിമ മയത്തുള്ളിട്ടിട്ട് ബ്ലറുണ്ട്. ഓ എന്ത് തോലാക്ക ഇതോ ഇവിടൊക്കെ നമുക്ക് അതിന്റെ അടിക്ക് വഴിയുണ്ട്, അടിക്കുള്ള വഴിയുണ്ട് അപ്പുറത്തൂടെ. എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ രസം. എന്തായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ വന്നാല്. ഇത് കാണുന്നവർ വിചാരിക്കും പ്രാന്താണ് ഈ മയത്ത് പോയങ്ങാനത്തൊക്കെ കാണാനില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഫീലാണ്. എൻജോയ് ചെയ്യാം ലൈഫിലൊക്കെ. അപ്പൊ ആകെ നല്ല കാലത്തിലാ. അല്ല ഇന്നെ തിരുമ്പാനാക്കാൻ വേണ്ടി കണ്ടു മതിയാ പിന്നെ മഞ്ഞ ഇതൊക്കെ ഞാനൊന്ന് തിരുമ്പട്ടെ. ഒരു തിരാന്തി വാർത്താ. ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്നാ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒന്ന് വന്നു നോക്കണം പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൂട്ടിങ്ങാണ്ടിട്ടോ. നമുക്ക് അവിടെ പോയിക്കല്ലേ, അവിടെ പോയിക്കല്ലേ വെള്ളത്തിലൂടെ. വെള്ളത്തിൽ ചാടാനാ? വെള്ളത്തിൽ ചാടണ്ട, ഒളിച്ചു. കാണോ നമ്മളെ ബാക്കില് വാട്ടർഫാൾസ് കാണാ. പെരുമയാണ്, പൊളി വൈബ്. ചെക്കന്മാരൊക്കെ ആർമതിക്കട്ടോ. ജംസൂട്ടകൾ ആർമതിക്കാണ്.
ദിലുവിന്റെ ഡ്രസ് ദിലുവിന്റെ കോട്ട് ഇട്ടുകൊണ്ട് സെയിം ഇരട്ട മതി സെയിം ഡ്രസ് സെയിം ഡ്രസ്സും വെള്ളം കൊട്ടും അതൊക്കെ സെൽഫി എടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ വളക്കിച്ച് പോലെ. അപ്പൊ ഏതായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളല്ലേ യാത്ര ചെയ്യാനുണ്ട്. 3 സ്പോട്ടാണ് ബാബു പറഞ്ഞിട്ടുള്ളത് എന്നോട്. ഒന്നത് ഇതേതാ പോയൊക്കെ നമുക്ക് ഏതായാലും ടൈം ഉണ്ടാവണം. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പാഞ്ഞ് എല്ലായിടത്തും ഇരുന്നാണ്ട് എക്സ്പ്ലോർ ചെയ്യണ്ടായി. ഇതാണ് ഇപ്പൊ നമ്മളെ അതിരപ്പള്ളിന്റെ കാഴ്ച കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് എല്ലാം പാടെ വീഴാക്കാൻ വയ്യല്ലേ, കാരണം മൊബൈൽ പുറത്ത് കാണിക്കുമ്പോഴേ ചെറിയൊരു പേടിയുണ്ട് ഫോൺ പുറത്ത് ഇറക്കാന്. പിന്നെ കുഴപ്പമില്ല കാര്യം വെള്ളം കയറിയ സീനാവും. പിന്നെ ബൈക്ക് ഇതേമാതിരി ബൈക്ക് അതിനുള്ളിലാണ് സൗണ്ട് കയറുണ്ടറിയില്ല. അത്യാവശ്യം നല്ല മഴ പെയ്യുണ്ടായി. പിന്നെ ഏകദേശം ഇപ്പോഴത്തെ ടൈം 1:30 നമുക്ക് ഇനി വായക്കാട് പോണം പോലെ. അപ്പൊ ഇവിടുത്തെ കാഴ്ച കണ്ടല്ലോ, ഇത് ഞങ്ങള് വായക്കാട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചിട്ട് കേട്ടോ. പക്ഷെ ഈ മഴത്ത് പറ്റില്ല. മറ്റേതുണ്ടല്ലോ എന്താ പറയാ മേലെ ആ മറ്റേ വീട് എടുക്കണം നമുക്ക് ഒന്നിച്ച് വന്നാണ്. പക്ഷെ നടന്നില്ല. നല്ല മഴ പഠിച്ചതാണ്. അപ്പൊ ഗൈസ് നമ്മള് ഏതായാലും ലാസ്റ്റ് ഫോട്ടോകളൊക്കെ കഴിഞ്ഞത് അതിരപ്പള്ളിന്റെ അവിടെ നിന്നാണ് കയറി പോട്ടോ പടവളത്തിനോട്. അപ്പൊ മഴ ചോർന്നു. ദിലു ജംസ് കുട്ടായി മടിച്ചിട്ടാണ്. എന്ത് ദിലുവിന്റെ മേത്തേ ചാടി കയറി. ദിലാകെ പേടിച്ച്. അപ്പൊ ഗൈസ് നമ്മളിവിടെ വെച്ചാണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബാബു ബാക്കിലുണ്ട് കേട്ടോ. അപ്പൊ മഴ ഇപ്പൊ ചെറിയൊരു ആക്കുണ്ട്. എന്നാലും നമ്മളെ ഈ ഒരു സംഭവം ഇട്ടോണ്ട് അധികം ഒന്നും നനഞ്ഞൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചൊരു ബാക്ക് എന്റെ തല കണ്ടില്ല. ക്ലിയർ ഇല്ല ക്ലിയർ. അപ്പൊ നമ്മളിതാ ഇവിടെ ഇപ്പൊ മഴയൊക്കെ കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടാ. ഡ്രസ്സൊക്കെ പോയി. ഈ ഡ്രസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറയാൻ നിൽക്കാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു വൈൻഡപ്പ് ചിലപ്പോ ഇനി മഴ ഫുള്ള് മഴ കാരണം പറയാൻ പറ്റൂല. അപ്പം ഈ ഒരു ആതിരപ്പള്ളി ഇവിടുത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചിലപ്പോൾ നമ്മൾ പോണ വഴി നല്ല നല്ല പ്ലേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇതിൽ ആഡ് ചെയ്യണതേ കാരണം അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നേ കാരണം. അപ്പൊ ഗൈസ് എന്തായാലും നിങ്ങൾ ഈ മഴക്കാലൊക്കെയാണ്, പേടിക്കണ്ട. നമ്മൾ സേഫ് ആയി വരിക, കണ്ടു പോവാത്ര മാത്രം. നല്ല ഒലിയ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും വീട്ടില് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് സേഫ് ആയി പോവാ. അത്ര തന്നെ. നല്ല കാഴ്ചയാണ്. നമുക്ക് അടിക്ക് മുന്നിൽ പോണേ. നമുക്ക് പോകാൻ ടൈമില്ല ഒന്നാമത്. എനിക്ക് ഈ ബാബു പറഞ്ഞ 3 സ്പോട്ടും എനിക്ക് എന്താ പറയാ കാണണമെന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ അധികം വീഡിയോ കാണുമ്പോൾ കയ്യെങ്കിലേ എന്തായാലും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം. എന്റെ കൈ കടയുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും നമ്മൾ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.